എന്ന് പിന്നെ ഞാൻ ഇറങ്ങട്ടെ. സൂക്ഷിച്ച് പോണേ. സൂക്ഷിച്ചിരിക്കണേ. ശരി. ബൈ. ബൈ. സൂക്ഷിക്കണേ. ആ ആ ശാലിനി, ആ, ഹ, ആ, ഹ. എന്തൊരു ഡ്രസ്സാടി ഇത്? ബിഫോർ മാരേജ് ഞാൻ വീട്ടിലുള്ളപ്പോഴൊക്കെ ഇതുപോലെ ഡ്രസ് ചെയ്യാറുള്ളത്. എന്താ പറഞ്ഞേ? കല്യാണത്തിന് ശേഷമാണ് ഇതുപോലെ ചുരിദാറും സാരിയൊക്കെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഉടുക്കുന്നത്. അതിട്ടുകൊണ്ട് വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നു. ഇതുപോലത്തെ ഡ്രസ്സ് ഇടുമ്പോഴാണ് എനിക്ക് കംഫർട്ടബിൾ ആയിരിക്കുന്നത്. അതിനെ അതുകൊണ്ടാണ് നിങ്ങൾ ഓഫീസിലേക്ക് പോയതിനു ശേഷം ഇതുപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത്. എന്റെ ബാഡ് ലക്ക്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പെട്ടുപോയി. നീ വീട്ടിലുള്ളപ്പോ ചുരിദാറ, സാരി അതുപോലെ ഡീസന്റ് ആയ വസ്ത്രങ്ങൾ ഇടാൻ പാടുള്ളൂ. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. തൊട്ടടുത്തുള്ളവർ എങ്ങനെയൊക്കെ ഡ്രസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടതല്ലേ? ഞാൻ വീട്ടിനകത്ത് മാത്രമല്ല എങ്ങനെ ഡ്രസ് ചെയ്യുന്നത്. അല്ല, നമ്മുടെ വീട്ടില് നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ എന്തിനാ ഇത്രയും റെസ്ട്രിക്ഷൻസ് ഒക്കെ? എനിക്കിത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. വല്ല ഗസ്റ്റ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ വഴക്ക് പറഞ്ഞാൽ അതിൽ കാര്യമുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ഇതിലെന്ത് തെറ്റാ ഉള്ളത്? വേണ്ട വേണ്ട, ഇനി നീ സാരി മാത്രം എടുത്താൽ മതി. എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പറഞ്ഞേക്ക്, ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് പോയിക്കോളാം. ഇവളാള് കൊള്ളാലോ. ഒരു സാരി എടുക്കാൻ പറഞ്ഞപ്പോഴേക്ക് അമ്മയുടെ വീട്ടിലേക്ക് പോവാന്ന്. ഈ പ്രശ്നം വലുതാക്കിയാൽ ഇത് ഡിവോഴ്സിൽ ചെന്നേ അവസാനിക്കുള്ളൂ. ഒന്ന് താന്നു കൊടുക്കാം. ശരി ശരി, നീ ദേഷ്യപ്പെടണ്ട. ഇത് നിന്റെ വീടാണ്. ഈ വീട്ടിൽ നിനക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. ഇതിനിപ്പോ എന്തിനാ ടെൻഷൻ ആവുന്നേ? ഞാൻ തമാശക്ക് പറഞ്ഞാലേ, അതിന് നീ വീട്ടിൽ പോകേണ്ട കാര്യമുണ്ടോ? നീ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ എങ്ങനെയാണ് കഴിയുന്നത് മോളെ? സാരമില്ല, നീ ഈ ഡ്രസ്സ് തന്നെ ഇട്ടോളൂ. നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. മോള് ജോലി ചെയ്തോ.